ഹലോ, ദിസ് ഈസ് അഭിഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് സെറ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഒരുപാടായി ട്രഡീഷണൽ വെച്ച് കളിക്കുന്നു, പക്ഷെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഈ ട്രഡീഷണലില് നല്ല ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് ഇപ്പൊ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ട്രഡീഷൻ തന്നെയാണ്. എന്ന് വെച്ചാല് ഒരു ഇടക്കാലത്തൊക്കെ കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്കുകൾ ഇപ്പോഴും അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്കുകളുള്ള ഡ്രസ്സുകൾ, ഡിസൈനർ പ്രൊഡക്ട്സ് അങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നു ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈനർ വെയറുകളൊക്കെ പൊതുവെ കുറവായിരുന്നു. ലൈക്ക് ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ സാരീസ് ആയിരുന്നു അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇതുപോലെ ഡിസൈനർ ഡ്രസ്സ്, ഇപ്പൊ സ്കേർട്ട് ആൻഡ് ടോപ്പ് തന്നെയാണെങ്കിൽ നമുക്കറിയാം. പണ്ട് കാലത്തൊക്കെ നമ്മള്, പണ്ട് കാലത്തെന്നല്ല കുറച്ച് മുമ്പ് വരെ സ്കേർട്ട് ആൻഡ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പട്ടുപാവാടിയും ബ്ലൗസും നോർമൽ ആയിട്ടുള്ള സാരി ക്ലോത്ത് വെച്ചിട്ടുള്ള നമുക്ക് നോർമൽ യൂസ് ചെയ്യാം. അപ്പൊ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ആ ഒരു മോഡലായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഒരിക്കലും ഒരു പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് വെയർ ആയിട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ട്രഡീഷണൽ വെയർസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഡിസൈനർ വെയറുകൾ കുറച്ചുകൂടി ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളിൽ പുതിയ പുതിയ വെറൈറ്റീസ് ഇടാനും അത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രഡീഷണൽ സംഭവങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ അതിന്റെ പുതിയ പുതിയ വേരിയേഷൻസ്, വെറൈറ്റീസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് പക്ക ട്രഡീഷണൽ ആണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താ വെച്ചാൽ, ആദ്യമൊന്നും നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ട്സിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ജസ്റ്റ് ഇപ്പൊ വെഡിങ് ആണെങ്കിൽ തന്നെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ടാവും. അതിപ്പോ നോർമൽ വെയർ ആയിരുന്നത് ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ ചെയ്തത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ഫോട്ടോഷൂട്ട് ഉണ്ടാവും, എൻഗേജ്മെന്റിനാണെങ്കിലും ഫോട്ടോസ് ഉണ്ടാവും. പണ്ടൊന്നും എൻഗേജ്മെന്റ് ഫോട്ടോസ് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയും ഷൂട്ട് ഉണ്ടാവും, ടെമ്പിൾ ഷൂട്ട് ഉണ്ടാവും. അപ്പൊ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഓരോ പർപ്പസിനും അതിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യിക്കണം. എല്ലാ സാധനങ്ങളും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടില്ല. ചിലത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക തന്നെ വേണം. അപ്പൊ അങ്ങനെ ചെയ്യിച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് സെറ്റാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ കളർ ചേഞ്ചസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങളുടെ അളവിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വേറെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ അതും ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും പ്രൈസും അതുപോലെ തന്നെ കസ്റ്റമൈസേഷനും ഒക്കെ ചെയ്യാൻ പറ്റും, മേടിക്കാനും പറ്റും. സോ അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കിയിട്ട് വരാം. അപ്പം ഇതാണ് ഇന്ന് കാണാൻ പോകുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പ് ഡിസൈൻ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട പക്ക ട്രഡീഷണൽ ആയിട്ടാണ് ഈ ഒരു ഡിസൈനും കളർ കോമ്പോയും വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഒരു റെഡിഷ് മെറൂൺ കളറ്. റെഡിനോട് അത്ര അങ്ങോട്ട് എടുത്തിട്ടില്ല, പക്ഷെ മെറൂണിന്റെ തന്നെ ഒരു ബ്രൈറ്റർ വേർഷനാണിത്. ബ്രൈറ്റ് ആയിട്ടുള്ള കളർ, അതേപോലെ തന്നെ ഓഫ് വൈറ്റ് കളറുള്ള സ്കേർട്ട്. നല്ലൊരു കോംബോ ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് സിമ്പിൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെഡിങ് വെയർ മീൻസ് ബ്രൈഡിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മളിപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വെഡ്ഡിങ്സിന്, അതേപോലെ തന്നെ ഷൂട്ടുകൾക്ക്, ടെമ്പിൾ ഷൂട്ടുകൾക്ക്, പിന്നെ സേവ് ദ ഡേറ്റ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കണം. ഇതിൽ ദുപ്പട്ടയൊന്നും വരുന്നില്ല, വെറും സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിട്ടാണ് ചെയ്തത്. ഇതിന്റെ ബ്ലൗസ് പ്രിൻസസ് കട്ടാണ്, കോഡിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് എൽബോ സ്ലീവ് ആണ്. ലൈനിങ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ്. മുകളിലുള്ളത് റോ കോട്ടൺ ആണ്, അഥവാ സ്ലെപ്പ് സിൽക്ക് ആണ്. സ്കേർട്ടിന്റെ മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ്. ഇത് ഓഫ് വൈറ്റ് കളറിലാണ് നമ്മൾ ചെയ്തത്. പിന്നെ സ്കേർട്ട് ചെയ്തിട്ടുള്ളത് അംബ്രല കട്ടിലാണ്, അംബ്രല സ്കേർട്ടാണ്. ഇതിന്റെ താഴെയായിട്ട്
ഒരു ഗോൾഡൻ കളർ വീതിയുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്. ഇത് ടിഷ്യൂ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ടോപ്പിൻ്റെ മെറ്റീരിയൽ തന്നെ 1 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ സ്കേർട്ടിൻ്റെ റൗണ്ടിലായിട്ട് ബോർഡർ വരുന്നുണ്ട്. സ്കേർട്ടിന് ഡോറിയാണ് കൊടുത്തത്. ഈ സ്കേർട്ടിൻ്റെ ഉള്ളിൽ ഒരു ലെയർ ലൈനിങ് കൂടാതെ സ്റ്റിഫ് നെറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലെയർ ഓഫ് ലൈനിങ് ആണ്, ഓഫ് വൈറ്റ് ലൈനിങ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെയർ ഓഫ് ലൈനിങ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിഫ് നെറ്റ് ഇട്ടിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഈ സ്കേർട്ടും ടോപ്പും വരുന്നത്. ഇത് ഓപ്ഷണലാണ്. സ്റ്റിഫ് നെറ്റ് വേണ്ടാന്ന് അങ്ങനെ എടുത്ത് പറയുന്നവർക്ക് സ്റ്റിഫ് നെറ്റ് ഇല്ലാണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. എനിവേ ഇതിൻ്റെ ടോപ്പിൻ്റെ കളർ ഇപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലോ. എവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ലൊരു കളറാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ടോപ്പിൻ്റെ മുകളിലെ ഹാൻഡ് വർക്കാണ് ഇത് നോക്കാനുള്ളത്. ഒരുപാട് എലാബറേറ്റ് ആയിട്ടുള്ള വർക്കൊന്നുമല്ല, സിമ്പിളാണ്, പക്ഷേ എലഗൻ്റ് ആണ്. നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈൻ കൂടിയാണിത്. ഇതിൻ്റെ നെക്കിലാണ് നമ്മൾ ഫസ്റ്റ് ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത്. ഈ ബോർഡറിലായിട്ട് എന്താ പറയുക, ഫുള്ളായിട്ട് ഈ ഒരു ബീഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ഒരു മീഡിയം സൈസ്ഡ് ബീഡ്സ് വെച്ചിട്ട് ഉള്ളൊരു വർക്കാണ് കൊടുത്തത്. സ്ലീവിൻ്റെ ബോർഡറിലും ഇതേ വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല തിക്നെസ്സിലാണ് ആ വർക്ക് ചെയ്തത്. ഒരുപാട് ഗ്യാപ്പിംഗ് ഒന്നും ഇല്ലാതെ തിക്നെസ്സിലാണ് കൊടുത്തത്. ഇത്രയേ ഉള്ളൂ നെക്കിനും സ്ലീവിനും ബോർഡർ. പിന്നെ ബോഡി ഏരിയാസിൽ അതേ ബീഡ്സിൻ്റെ ഒരു ആൻറ്റിക് ഗോൾഡ് കളറാണ്, അതേ ബീഡ്സിൻ്റെ തന്നെ കുറച്ച് വലിയ ബീഡ്സ് വെച്ചിട്ട് സ്പ്രെഡിങ് ചെയ്തിട്ടുണ്ട്. ഫുൾ ബോഡിയിൽ ആ സ്പ്രെഡിങ് വരുന്നുണ്ട്, കണ്ടോ? ഫുൾ ബോഡിയിൽ സ്പ്രെഡിങ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ലീവിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ക്രോപ്പ് ടോപ്പ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാം. എല്ലാവരും ക്രോപ്പ് ടോപ്പ് സ്കേർട്ട് എന്നാണ് പറയാമെങ്കിലും ചില ആളുകൾ ടോപ്പിൻ്റെ നീളം കുറച്ച് കൂട്ടി വെക്കും. ഇത് കറക്റ്റ് ക്രോപ്പ് ടോപ്പാണ്. നിങ്ങൾക്കറിയാം, കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു ടോപ്പ് എൻഡ് ചെയ്യുന്നിടത്താണ് സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് കുറച്ചൊരു ഹൈറ്റ് കുറവുള്ള ആളാണ്. മാനിക്കിന് നല്ല ഹൈറ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത് ഇടുന്ന സമയത്ത് കറക്റ്റ് ഈ ഒരു ലൈനിൻ്റെ മുകളിൽ കയറി വരും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ടിൻ്റെ എഫക്റ്റ് ക്രിയേറ്റ് ആയിട്ട് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. നല്ലൊരു ലുക്കുള്ള ഡ്രസ്സാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ കളർ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. വേറെ ഇതിപ്പം ഗ്രീനിലും അതുപോലെ തന്നെ റോയൽ ബ്ലൂവിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളറിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുത്ത് ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഡീറ്റെയിൽസും കസ്റ്റമൈസേഷൻ ഡീറ്റെയിൽസും ഒക്കെ അറിയാനും പറ്റും, ഓർഡർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.